രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സഹതോ അഭിമുഖോ രാജ സുധന്വാതു മയാരണേ. ആ സുധന്വാവ് ആ പടക്കളത്തിൽ വെച്ചിട്ട് എന്നാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ സുധന്വാവിന്റെ രാജ്യം എന്റേതായി തീർന്നു. ഞാൻ സംകാശ്യേ ഭ്രാതരം ശൂരം അഭ്യഷിഞ്ചം കുശധ്വജം. ആ സംകാശ്യയില് എന്റെ സഹോദരനായിരിക്കുന്ന ഇളയ അനുജനായിരിക്കുന്ന ശൂരനായ കുശധ്വജനെ രാജാവായിട്ട് അഭിഷേകം കഴിച്ചു. അല്ലയോ മഹാരാജാവേ, ഇപ്പോൾ എന്റെ വംശത്തിന്റെ ചരിത്രം സമ്പൂർണമായിട്ടും അങ്ങയെ കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ മഹർഷേ, അങ്ങയെയും ഞാനിതാ ഈ വംശത്തിന്റെ ചരിത്രം കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്റെ തീരുമാനം ഇതാ അറിയിക്കുകയാണ്. ദദാമി പരമപ്രീതോ വധ്വൗതേ മുനിപുങ്കവ. അല്ലയോ മഹർഷി ശ്രേഷ്ഠ, അങ്ങ് രാമലക്ഷ്മണന്മാർക്ക് എന്റെ മക്കളെ നൽകണം എന്ന് പറഞ്ഞുവല്ലോ. എന്റെ മക്കളെ സീതയെയും ഊർമിളയെയും ഞാൻ സൂര്യവംശജരായിരിക്കുന്ന ദശരഥ പുത്രരായിരിക്കുന്ന രാമനും ലക്ഷ്മണനും നൽകുന്നുണ്ട്. സീതാം രാമായ ഭദ്രം തേ. സീതയെ രാമനും ഊർമിളാം ലക്ഷ്മണായ വൈ. ഊർമിളയെ ലക്ഷ്മണനും ഞാൻ നൽകുന്നു. അതുകൊണ്ട് മംഗളമുണ്ടാകും എന്ന് മാത്രമല്ല, എന്റെ പ്രതിജ്ഞ ഇതാ ഇവിടെ പരിപൂർണമായിട്ട് നിറവേറ്റപ്പെടുന്നുമുണ്ട്. വീര്യശിൽക്കയാണെന്നാണല്ലോ എന്റെ പ്രതിജ്ഞ. അതിതാ ഇതോടുകൂടിയിട്ട് പൂർണ്ണമായും സത്യമായി സഫലമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ മഹാരാജാവേ, ദശരഥനോട് പറയാണ്, പിതൃകാര്യം ച ഭദ്രം തേ തതോ വൈവാഹികം കുരു. അല്ലയോ മഹാരാജാവേ, അങ്ങ് പിതൃബലി ഇടണം. പിതൃക്കൾക്ക് ബലി ഇടണം വിധിപ്രകാരമായിട്ട്. രാമലക്ഷ്മണന്മാരെയും അതേപോലെ തന്നെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് കല്യാണത്തിന് മുമ്പായിട്ട് പിതൃബലി ഇടണം, പിതൃകാര്യം ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ വിവാഹകർമ്മത്തിലേക്ക് നമുക്ക് ഉടനെ തന്നെ കാലം വൈകിക്കാതെ കടക്കണം. രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് ഗോദാനം ചെയ്യിക്കണം. വിവാഹത്തിനുള്ളതായ മുഹൂർത്തം ഇത് അടുത്തു വരുന്നുണ്ട്. മഖാഹ്യദ്യ മഹാബാഹു. അല്ലയോ മഹാബാഹുവായിരിക്കുന്ന ദശരഥ മഹാരാജാവേ, ഇന്ന് മകം നക്ഷത്രമാണ്. നാളെ പൂർവ്വഫാൽഗുനി എന്നുള്ള നക്ഷത്രം, പൂരം നക്ഷത്രം, മലയാളത്തിൽ പൂരം എന്നാ പറയുക. നാളെ പൂർവ്വഫാൽഗുനി എന്ന നക്ഷത്രം, മറ്റന്നാള് ഉത്തരഫാൽഗുനി എന്നുള്ള നക്ഷത്രം, ഉത്തര നക്ഷത്രം. ഫാൽഗുന്യാം ഉത്തരേ രാജൻ തസ്മിൻ വൈവാഹികം കുരു. നാളെ കഴിഞ്ഞാല് ഉത്തരഫാൽഗുനി എന്നുള്ളതായ നക്ഷത്രമാണ്, ഉത്തര നക്ഷത്രമാണ്. വിവാഹത്തിന് ഏറ്റവും മംഗളകരമാണ്. അന്ന് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം നമുക്ക് ഇവിടെ ഈ മിഥിലാപുരിയിൽ വച്ച് വിധിപ്രകാരം നടത്താം. അതിനു വേണ്ടിയിട്ട് അല്ലയോ മഹാരാജാവേ, അങ്ങ് ഇന്ന് പിതൃബലി സമർപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ കൊണ്ട് ഗോദാനവും ചെയ്യിക്കണം. ഇങ്ങനെ വിദേഹ മഹാരാജാവ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ദശരഥന്റെ വാക്കുകൾക്ക് അനുരൂപമായി, വസിഷ്ഠന്റെ വാക്കുകൾക്ക് അനുരൂപമായി തന്റെ ഹൃദയത്തിലെ ചിന്തകൾ, തീരുമാനങ്ങൾ പ്രകാശിപ്പിച്ചു. ആ അവസരത്തില് വിശ്വാമിത്രൻ വിദേഹനോട് പറഞ്ഞു, തമുക്തവന്തം വൈദേഹം വിശ്വാമിത്രോ മഹാമുനി. മഹാമുനിയായിരിക്കുന്ന വിശ്വാമിത്രൻ ഇത്രയും സംസാരിച്ച
വിദേഹനോട്, ജനകനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാത്മാവേ, അങ്ങയുടെ ഗുരുനാഥനോടൊപ്പം ഈ വാക്കുകൾ കേൾക്കണം. അതേപോലെ തന്നെ വസിഷ്ഠനോടൊപ്പം ദശരഥ മഹാരാജാവും കേൾക്കണം എന്ന് ദശരഥ മഹാരാജാവിനോടും പറഞ്ഞു. രണ്ട് പവിത്രങ്ങളായ കുടുംബങ്ങൾ ഇവിടെ ഈ വിവാഹ കർമ്മത്തിലൂടെ ഒരുമിക്കുകയാണ്. ആ കുടുംബങ്ങളുടെ പാരമ്പര്യം നാം കേട്ടുകഴിഞ്ഞു. ആ കുടുംബങ്ങളുടെ പവിത്രത, ആ വിവാഹം കൊണ്ടുണ്ടാകുന്നതായ ശ്രേയസ്, അത് അറിയുന്ന വിശ്വാമിത്രൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഇതിനു വേണ്ടിയിട്ടായിരുന്നു വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ നിന്നിട്ട് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. യാഗരക്ഷ ഒരു ലക്ഷ്യമാണ്, പക്ഷേ പരമമായ ലക്ഷ്യം രാമന്റെയും സീതയുടെയും വിവാഹം. അതേപോലെ തന്നെ അയോധ്യയെയും വിദേഹ രാജ്യത്തെയും ബന്ധുക്കളായിട്ട് കൂട്ടിയിണക്കൽ. ഇതിനു വേണ്ടിയിട്ടായിരുന്നു വിശ്വാമിത്രന്റെ ആഗമനം. അദ്ദേഹം അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരെയും പറഞ്ഞു കേൾപ്പിക്കുന്നു: അചിന്ത്യാനി അപ്രമേയാണി കുലാനി നരപുങ്കവ. അല്ലയോ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ, മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവനെ, ഈ രണ്ട് വംശങ്ങളും, ജനകന്റെ വംശവും അതേപോലെ തന്നെ ഇക്ഷ്വാകുക്കളുടെ വംശവും, ഇത് രണ്ടും അചിന്ത്യമാണ്. ആർക്കും അതിന്റെ മഹത്വം എത്രമാത്രം ഉണ്ട് എന്ന് പൂർണ്ണമായിട്ടും ചിന്തിച്ച് കണ്ടെത്താൻ പറ്റില്ല. അത്രയേറെ വിപുലമാണ് അതിന്റെ മഹാത്മ്യം. അതേപോലെ തന്നെ അതിനെ പൂർണ്ണമായിട്ടും വർണ്ണിച്ച് കേൾപ്പിക്കാനും സാധ്യമല്ല. അത്ര കണ്ട് ഗഹനവും അത്ര കണ്ട് ഉദാത്തവുമാണ് ഈ രണ്ട് വംശങ്ങളുടെയും മഹാത്മ്യം. ഇക്ഷ്വാകൂണാം വിദേഹാനാം നൈഷാം തുല്യോസ്തി കശ്ചന. ഇക്ഷ്വാകുക്കളുടെ ഈ വംശത്തിന് തുല്യമായിട്ടും അതേപോലെ തന്നെ വിദേഹന്മാരുടെ ഈ വംശത്തിന് തുല്യമായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഒരു വംശവുമില്ല. അത്ര കണ്ട് ഉദാത്തമാണ് ഈ വംശങ്ങളുടെ മഹത്വം, ഈ വംശങ്ങളുടെ ചരിത്രം. സദൃശോ ധർമ്മസംബന്ധ സദൃശോ രൂപസമ്പദ. ഇപ്പോ ഈ വിവാഹത്തിൽ കൂടി ധാർമ്മികമായിരിക്കുന്ന ഒരു വലിയ സമ്പത്തിന്റെ മേളനം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, സൗന്ദര്യം കൊണ്ടും ഈ വിവാഹം അങ്ങേയറ്റം ചേർച്ചയുള്ളതായിരിക്കുന്നു. രാമനെയും സീതയെയും പോലെ സുന്ദരാകൃതികളായിട്ട് കുട്ടികളെ ഈ ലോകത്തില് കാണുക എളുപ്പമല്ല, സാധ്യമല്ല. അങ്ങനെ സൗന്ദര്യത്തിന്റെയും അതിശയം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാമൻ ലക്ഷ്മണയോ രാജൻ സീതാച ഊർമിളയാ സഖ. ഇങ്ങനെ രാമന്റെയും സീതയുടെയും വിവാഹവും ലക്ഷ്മണന്റെയും ഊർമിളയുടെയും വിവാഹവും വളരെയേറെ അത്ഭുതകരമായിരിക്കുന്ന ഒരു ചേർച്ചയായിട്ട്, മംഗളകർമ്മമായിട്ട് മാറുന്നു. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വക്തവ്യം ച നരശ്രേഷ്ഠ ശ്രൂയതാം വചനം മമ. അല്ലയോ മനുഷ്യശ്രേഷ്ഠ, എനിക്ക് പറയാനുള്ള കാര്യം ഇതാ ആരംഭിക്കുകയാണ്. എന്റെ ഈ വാക്കുകളെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടാലും. ഭ്രാതാ യവീയൻ ധർമ്മജ്ഞ യേഷ രാജ കുശധ്വജ. ഈ ജനക മഹാരാജാവിന്റെ ഇളയ അനുജൻ കുശധ്വജൻ, അദ്ദേഹം വളരെയേറെ ധർമ്മജ്ഞനാണ്, വളരെയേറെ മഹനീയമായ ഗുണഗണങ്ങളോട് കൂടിയവനാണ്. അങ്ങനെയുള്ള ധർമാത്മാവായിരിക്കുന്ന അസ്യ ധർമാത്മനോ രാജൻ, അങ്ങനെ ധർമാത്മാവായിരിക്കുന്ന ഈ കുശധ്വജൻ രണ്ട് പെൺകുട്ടികളുടെ പിതാവാണ്. ആ പെൺകുട്ടികൾ രൂപേണ അപ്രതിമം ഭൂവി. സൗന്ദര്യത്തിന്റെ കാര്യത്തില് അവർക്ക് തുല്യരായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരും തന്നെയില്ല. ആ കുട്ടികളെ മാണ്ഡവിയും ശ്രുതകീർത്തിയുമാണവർ. സുതാദ്വയം നരശ്രേഷ്ഠ പത്നിയർത്ഥം വരയാമഹേ ഭരതസ്യ കുമാരസ്യ ശത്രുഘ്നസ്യ ച ധീമത. കുമാരനായിരിക്കുന്ന ഭരതന്റെയും അതേപോലെ തന്നെ കുമാരനായിരിക്കുന്ന ശത്രുഘ്നന്റെയും പത്നിമാരായിട്ട് കുശധ്വജന്റെ മക്കളെ മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു.
ഭരതന് മാണ്ഡവിയെ പത്നിയായി വിവാഹം കഴിച്ചു കൊടുത്താലും, അതേപോലെ ശത്രുഘ്നന് ശ്രുതകീർത്തിയെ വിവാഹം കഴിച്ചു കൊടുത്താലും ഇത് എൻ്റെ അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് ഈ രണ്ട് കുടുംബവും സമ്പൂർണമായിട്ടും ഒന്നായിട്ട് ഐകമത്യമുള്ളതായിട്ട് തീരുന്നു. വരേതേ സുതേ രാജൻ തയോരർത്ഥേ മഹാത്മനോഹോ പുത്ര ദശരഥസ്യമേ രൂപയൗവനശാലിനഃ. അല്ലയോ മഹാരാജാവേ, കുശധ്വജനോടും അതേപോലെ തന്നെ ജനകനോടും പറയാണ്, അങ്ങയുടെ ആ മക്കളെ ഞാനിതാ ദശരഥന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ പ്രാർത്ഥിക്കുന്നു. ദശരഥന്റെ ഈ മക്കൾ രൂപം കൊണ്ടും യൗവനം കൊണ്ടും അങ്ങേയറ്റം പ്രഭാവവാന്മാരാണ്. ലോകപാലസമാഹ, ലോകപാലന്മാർക്ക് തുല്യരാണ്. ദേവതുല്യ പരാക്രമാഹ, ദേവന്മാർക്ക് തുല്യമായ പരാക്രമത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വിവാഹവും ഇതോടൊപ്പം തന്നെ നടക്കണം എന്ന് വിശ്വാമിത്രൻ എല്ലാവരുടെയും സന്നിധിയിൽ വെച്ച് ജനകനോട് കുശധ്വജനോടും അഭ്യർത്ഥിക്കുന്നു. അപ്പോഴേക്കും കുശധ്വജന് വളരെയേറെ സന്തോഷമായി, ജനകൻ വളരെയേറെ സന്തോഷമായി, വസിഷ്ഠ ഋഷിക്ക് വളരെ സന്തോഷമായി, ദശരഥ മഹാരാജാവിന് വളരെ സന്തോഷമായി. ജനകൻ ഇനി ഉത്തരം പറയേണ്ടത് അദ്ദേഹമാണല്ലോ. ജനക പ്രാഞ്ജലേർവാക്യം ഉവാച മുനിപുങ്കവു. ആ രണ്ട് മഹർഷിമാരോടും വിശ്വാമിത്രനോടും വസിഷ്ഠനോടും കൈകൂപ്പിക്കൊണ്ട് ജനകൻ ഇങ്ങനെ പറഞ്ഞു, കുലം ധന്യമിതം മന്യേ. എന്റെ ഈ വംശം, ഈ വിദേഹന്മാരുടെ വംശം എന്തുകൊണ്ടും ധന്യമായി തീർന്നിരിക്കുന്നു, ഭാഗ്യശാലിയായി തീർന്നിരിക്കുന്നു, വേണ്ടുന്നതെല്ലാം നിറഞ്ഞതായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ വിദേഹ കുടുംബത്തെ, ഈ ലോകത്തിലെ ഏറ്റവും ബഹുമാന്യമായിരിക്കുന്ന അയോധ്യയിലെ ഇക്ഷ്വാകു കുടുംബത്തോട് ഈ പ്രകാരത്തിൽ വൈവാഹിക ബന്ധത്തിലൂടെ ഒരുമിപ്പിക്കുന്നത്, അല്ലയോ മഹർഷേ, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ്, വിശ്വാമിത്രനും അതേപോലെ തന്നെ വസിഷ്ഠനും. ഇത് ഏറ്റവും പവിത്രമായിരിക്കുന്ന ബന്ധം. ഏവം ഭവതു ഭദ്രം വ കുശധ്വജ സുതേയമേ പത്ന്യൗ ഭജേതാം സഹിതോ ശത്രുഘ്ന ഭരതാവുഭൗ. കുശധ്വജന്റെ ഈ രണ്ട് പെൺമക്കളും അവര് ശത്രുഘ്നന്റെയും ഭരതന്റെയും പത്നിമാരായി തീരട്ടെ. ഒരൊറ്റ പകലിൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും കല്യാണം നമുക്ക് നടത്തണം. അതാണ് ഏകാന്ന രാജപുത്രീണാം ചതസ്രീണാം മഹാമുനെ. അല്ലയോ മഹർഷേ, ഒരു പകലുകൊണ്ട് ഒരേ വേദിയിൽ വെച്ചിട്ട് ഈ 4 വിവാഹങ്ങളും നമുക്ക് നടത്തണം. പാണീൻ ഗൃണ്ണന്തു ചത്വാരോ രാജപുത്ര മഹാബലാഹ. മഹാബലശാലികളായ ഈ രാജകുമാരന്മാര് വധുക്കളുടെ പാണി ഗ്രഹിക്കട്ടെ.